ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജിത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് ഫിലിം ലോകത്തെ ഒരു ഷൈനിങ് സ്റ്റാർ ആണ്. അദ്ദേഹം വളരെ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ മനസ്സ് അദ്ദേഹം കീഴടക്കിയിരിക്കുകയാണ്. പ്ലീസ് വെൽക്കം ചെറുപ്പക്കാരുടെ മനസ്സ് കീഴടക്കിയ രൺബീർ കപൂർ. ഹായ് ഹായ്. ആപ്കി അദാലത്തിലെ നമ്മുടെ ചോദ്യങ്ങളും വിചാരണയൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ അൻഷുൽ ചതുർവേദിയുടെ അനുവാദം ആദ്യം നമുക്ക് ചോദിക്കാം. വിചാരണ തുടങ്ങിക്കോളൂ. അപ്പോൾ തയ്യാറാണോ രൺബീർ? ഒരു സെക്കൻഡ് സർ. ഇപ്പോൾ നമുക്ക് വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിൽ രൺബീർ കപൂറിനെതിരായിട്ടുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ രൺബീർ കപൂറിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം വളരെ നോട്ടിയാണ് എന്നുള്ളതാണ്. രൺബീർ, താങ്കളുടെ സ്കൂൾ റെക്കോർഡ്സ് ഞാൻ പൂർണ്ണമായും കണ്ടു. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ താങ്കൾ താഴെ നിന്ന് 3ാമത്തെ നമ്പരാണ്. അല്ല, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്ലാപ്പ് ചെയ്യാണോ അതല്ല എന്നെ കളിയാക്കാൻ വേണ്ടി ക്ലാപ്പ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ സ്കൂളിൽ അത്ര വലിയ പഠിപ്പിസ്റ്റൊന്നും ആയിരുന്നില്ല. എനിക്ക് ഈ താല്പര്യം കൂടുതൽ സ്പോർട്സിനോടായിരുന്നു, അതും പ്രത്യേകിച്ച് ഫുട്ബോളിനോട്. ഞാനൊരിക്കലും ഫെയിൽ ആയിട്ടില്ല. പക്ഷേ ലാസ്റ്റ് 3 റാങ്കിലേ ഞാൻ വരാറുള്ളൂ. അതിൽ ഞങ്ങൾക്കിടയിൽ ഫൈറ്റ് നടക്കുമായിരുന്നു. ടോപ്പ് 3 അല്ല, ബോട്ടം 3. താങ്കൾ എത്രത്തോളം കുസൃതിയാണെന്ന് വെച്ചാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ താങ്കളുടെ അമ്മയെ പ്രിൻസിപ്പൽ സ്കൂളിലേക്ക് വിളിക്കും. അതെ, ഐ തിങ്ക് അദ്ദേഹം എൻ്റെ അമ്മയുടെ വലിയൊരു ഫാനായിരുന്നു. അതുകൊണ്ടായിരിക്കും. അവര് എപ്പോഴൊക്കെയാണോ എൻ്റെ റിപ്പോർട്ട് കാർഡ് വരുന്നത്, വർഷത്തിൽ 3 തവണ. അന്നെൻ്റെ അമ്മ കരയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മ എന്നെ എപ്പോഴും പേടിപ്പിക്കാറുണ്ടായിരുന്നു, അച്ഛന് റിപ്പോർട്ട് കാർഡ് കാണിച്ചു കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് അച്ഛനെ വലിയ പേടിയായിരുന്നു കുട്ടിക്കാലത്ത്. അങ്ങനെ ഞാനും കരയാൻ തുടങ്ങും. ഞാൻ ഇനി മുതൽ നല്ലോണം പഠിക്കാൻ, നല്ല മാർക്ക് വാങ്ങാൻ അമ്മയോട് പറയും. ഞാൻ ഇപ്പം തന്നെ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങാന്നൊക്കെ അമ്മയോട് പറയും. താങ്കളൊരു ടീച്ചറിന്റെ സ്കർട്ട് ഉയർത്തി നോക്കിയെന്ന് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇല്ലില്ല, കള്ളുവാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, സാർ, എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവരൊരു ക്രിസ്ത്യൻ ലേഡി ആയിരുന്നു. ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ സാരി എടുത്തുകൊണ്ടാണ് വരാറ്. പക്ഷെ അവർ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എന്നും സ്കേർട്ട് ഇട്ടുകൊണ്ടാണ് സ്കൂളിലേക്ക് വരിക. സോ ഞാനപ്പോൾ വളരെ ചെറിയ പയ്യനാ, ഏകദേശം 5 വയസ്സ് 4 വയസ്സ് കാണും. അപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ടേബിള് കുറച്ച് ഹൈ ആയിരുന്നു. അതുകൊണ്ട് അവർ ഇരിക്കുമ്പോൾ അവരുടെ കാല് കാണാൻ പറ്റും. സോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, അവനാണെങ്കിൽ ഭയങ്കര വികൃതിയാ, അവനെന്നെ എൻകറേജ് ചെയ്യും, കമോൺ കമോൺ എന്നും പറഞ്ഞ്. സോ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ കാലുകൾ നോക്കിക്കൊണ്ടേയിരിക്കും. അതല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും, ഞാൻ ചുമ്മാ അവിടെ ഇരുന്നുകൊണ്ട് നോക്കി, അതല്ലാതെ അവരെ പോയി തൊട്ടിട്ടൊന്നുമില്ല. കാണുന്നത് ഒരു ക്രൈം അല്ലല്ലോ സാർ. അതിനെപ്പറ്റി നിങ്ങൾ ഏത് ലോ ബുക്കിൽ നോക്കുകയാണെങ്കിലും അത്... കുട്ടിക്കാലത്തെ താങ്കൾക്ക് അറിയാമായിരുന്നോ എത്രത്തോളം ചെയ്താൽ ഇത് ക്രൈം അല്ലെന്ന്? അതൊക്കെ അറിയാം. ഐ തിങ്ക് നമ്മളെല്ലാവരും നിയമം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വി ഷുഡ് ഫോളോ ദ ലോ. ഞാൻ കുഞ്ഞുപ്രായത്തിൽ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ചില റോങ് തിങ്സ് ഒക്കെ ഞാൻ എൻ്റെതായ വഴിയിലൂടെയാണ് പഠിച്ചത് സാർ. സോ ഞാൻ താങ്കളുടെ മറ്റൊരു കുസൃതിയെക്കുറിച്ചും കേട്ടു. താങ്കളുടെ അച്ഛൻ്റെ ആഫ്റ്റർ ഷേവ് ലോഷൻ താങ്കൾ പൂർണ്ണമായിട്ടും എടുത്ത് കുടിച്ചത്. അത് ശരിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒന്ന് പെട്ടെന്ന് തന്നെ വളർന്ന് വലുതായ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഷേവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഞാൻ അച്ഛൻ ചെയ്യുന്നത് കാണാറുണ്ട്. അദ്ദേഹം ഷേവ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഷേവ് എടുത്ത് കുറേ നേരം ഇങ്ങനെ മുഖത്ത് തേച്ചുകൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചത് അദ്ദേഹം അത് കുടിക്കുകയാണ് എന്നാ. സോ ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ പോയിട്ട് അതെടുത്ത് കുടിച്ചു നോക്കി. സോ ഞാനിപ്പോൾ ശരിക്കും പാസ് ഔട്ട് ആയിപ്പോയി. എന്താ സംഭവിച്ചെന്ന് പോലും ഓർമ്മയില്ല. ആഫ്റ്റർ ഷേവ് ഈസ് വെരി പഞ്ചന്റ്. എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ ഉള്ളിലേക്ക് പൈപ്പ് കടത്തി ആഫ്റ്റർ ഷേവ് പുറത്തേക്ക് എടുത്തു. ബട്ട് ഓഫ് കോഴ്സ് ഞാനന്ന് മരിച്ചില്ല. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. പക്ഷേ ഞാൻ ചെയ്തത് ഒരു മണ്ടത്തരം തന്നെയായിരുന്നു. ഞാൻ ഈ കാര്യം അറിഞ്ഞിരുന്നു, താങ്കൾക്ക് ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. മരിച്ചവരുടെ കൂടെ സംസാരിക്കുന്നത്, ഡെഡ് ബോഡിയുടെ കൂടെ സംസാരിക്കുന്നത്. ഇല്ല, അത് ഞാനല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ അത് എൻ്റെ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള പ്രവൃത്തിയായിരുന്നു. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ഹിറ്റ്ലർ എൻ്റെ റൂമിൽ ഇരിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഹിറ്റ്ലറിൻ്റെ കൂടെ സംസാരിക്കുകയായിരിക്കും, അദ്ദേഹം എൻ്റെ മുന്നിൽ ഇരിക്കുകയായിരിക്കും, അദ്ദേഹം എൻ്റെ കൂടെ ജർമ്മനിൽ സംസാരിക്കുന്നുണ്ടാവും, ഞാനാണെങ്കിൽ അദ്ദേഹത്തോട് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ സംസാരിക്കും. പക്ഷേ അതൊക്കെ തമാശക്കായിരുന്നു സാർ, വലിയ കാര്യമൊന്നുമില്ല.
ചെറിയ പ്രായമായിരുന്നില്ലേ? ശരി, ഇങ്ങനെയുള്ള കുസൃതികളൊക്കെ ഞാൻ വിട്ടേക്കാം. താങ്കൾ കോളേജിൽ പോയ സമയത്ത് അപ്പോൾ താങ്കളുടെ 3 വർഷത്തെ അറ്റൻഡൻസ് 3% ആണ്. ആ അതെ സർ. പിന്നെ ഏത് പുതിയ സിനിമ വരുമ്പോഴും താങ്കൾ താങ്കളുടെ അമ്മയും വിളിച്ചുകൊണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് അതെ, ഷോയ്ക്ക്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. പോയി സിനിമകൾ കാണുക. നിങ്ങൾക്കറിയാലോ, ഞാനൊരു സിനിമാ ഫാമിലിയിൽ നിന്നുള്ള ആളാണ്. സോ കുട്ടിക്കാലം മുതലേ ഈ മാള്, സിനിമാ ഹാള് ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു എൻവയോൺമെൻറ്റ്. പിന്നെ മ്യൂസിക് സെറ്റിംഗ്, ഒരുപാട് ഡയറക്ടേഴ്സ് വരും. ഞാൻ എൻ്റെ അച്ഛൻ്റെ സിനിമകൾ അധികം കാണും, പക്ഷേ അമ്മയുടെ അധികം കാണാറില്ല. കാരണം എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ചെറുതായി എംബാരസ്മെൻ്റ് ആയിട്ട് തോന്നും. പക്ഷേ സോ സിനിമയിലേക്ക് വരുമ്പോൾ അതെനിക്ക് വലിയ കാര്യമായിരിക്കും. എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ ഓഡിയൻസിനെ പോലെ ഞാൻ അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഷാറൂഖ് ഖാൻ്റെയോ സൽമാൻ ഖാൻ്റെയോ അല്ലെങ്കിൽ അമീർ ഖാൻ്റെയോ ഒക്കെ പടങ്ങൾ കാണുമ്പോൾ അത് മനസ്സിന് ഇഷ്ടപ്പെടും. ഞാൻ എപ്പോഴും വെള്ളിയാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പുതിയ സിനിമകൾ കാണാനായിട്ട്. പിന്നെ ആ സിനിമകൾ കണ്ട് കണ്ട് താങ്കൾ എന്തെങ്കിലും പഠിച്ചോ? നിങ്ങൾ പറയൂ സർ, ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോയെന്നറിയില്ല, പക്ഷേ ഞാൻ ദിൽവാലെ ദുൽഹനിയെ ലേ ജായേംഗെ 25 തവണ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് പോയിട്ട് അതിലുള്ള പോലെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ, അതായത് ആ കർച്ചീഫൊക്കെ ഇട്ടുകൊണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കും, പിന്നെ അദ്ദേഹത്തിൻ്റെ ജാക്കറ്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജീൻസ് ബൂട്ടിൻ്റെ അണ്ടറിലായിരിക്കും. സോ ഞാൻ അദ്ദേഹത്തെ പോലെ തന്നെ ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അത് കുറച്ച് വിചിത്രമായിട്ട് തോന്നും, പക്ഷേ അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ താങ്കൾ ആക്ടിങ് കുറച്ച് താമസിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ജനങ്ങൾ താങ്കളുടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു കാണില്ലേ മകൻ എപ്പോൾ ആർട്ടിസ്റ്റ് ആവുമെന്ന്? അതെ സർ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ രാജ് കപൂറിന് അദ്ദേഹത്തിന് ഒരു ടെലിഗ്രാം വന്നു ഏതോ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തുനിന്ന്. അതിൽ വി വെൽക്കം അനദർ ആക്ടർ ടു ദ ഫിലിം ഇൻഡസ്ട്രി എന്നായിരുന്നു. സോ ഐ തിങ്ക് ജനങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി ഇവൻ വളർന്നാൽ ആക്ടർ ആവുമെന്ന്. എനിക്കൊരു 18-19 വയസ്സുള്ളപ്പോൾ തന്നെ എനിക്ക് ഫിലിം ഓഫറുകളൊക്കെ വരാനായിട്ട് തുടങ്ങി. എൻ്റെ അച്ഛനെന്ന് ചിന്തിച്ചത് ഈ യങ് ഏജിൽ അവനെ അഭിനയിക്കാൻ വിട്ട എൻ്റെ ബുദ്ധിയൊക്കെ പാഴായി പോകുന്ന. സോ ഞാൻ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം, എനിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടണം, ഞാൻ അമേരിക്കയിൽ പോകണം, എന്നിട്ട് ഫിലിം മേക്കിംഗ് പഠിക്കണം, ആക്ടിങ് പഠിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചത്. പിന്നെ ഞാനൊന്നേ എപ്പോഴും ആഗ്രഹിക്കാറുള്ളൂ, ഒരു ആക്ടർ ആകുന്നതിന് മുന്നേ ഒരു ഫിലിമിലെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്ന്. സഞ്ജയ് ലീല ബൻസാലി എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം കാരണം എനിക്ക് ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് ഓഫറുകൾ വന്നു. പക്ഷേ എനിക്ക് സഞ്ജയ് ലീല ബൻസാലിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. സോ ഞാനൊരു പ്ലാൻ ഇട്ടു, ബോംബെയിലേക്ക് പോയി സഞ്ജയ് ലീല ബൻസാലിയെ അസിസ്റ്റ് ചെയ്യണമെന്ന്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവിടെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം തന്നെ എൻ്റെ ഫസ്റ്റ് ഫിലിം ഡയറക്ടർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞാനൊരു റെസ്യൂമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ഞാൻ കുറേ നാടകം ചെയ്തിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് പഠിക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു ആക്ടറാണ് മോനെ, നീ ആക്ടിംഗ് ആണ് ചെയ്യേണ്ടത്, എൻ്റെ അടുത്ത് പറ്റിയൊരു സബ്ജക്റ്റും ഉണ്ടെന്ന് പറഞ്ഞു. സോ അതാണ് എൻ്റെ ഫസ്റ്റ് സൈനിങ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തപ്പോൾ. ഡയറക്ടറെ എങ്ങനെ പോക്കറ്റിലാക്കാമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു? അതെ സർ, പഠിച്ചു. ആളുകളെ എങ്ങനെ കയ്യിലെടുക്കാമെന്ന് ഞാൻ വളരെ വേഗത്തിൽ പഠിച്ചു. അപ്പോൾ പെൺപിള്ളേരെ എങ്ങനെ വളയ്ക്കണമെന്ന് മനസ്സിലാക്കി? അത് ഞാൻ പഠിച്ചതല്ല സാർ, അത് എൻ്റെ ഉള്ളിൽ ഓൾറെഡി ജീനിലുള്ളതാണ് സാർ. എന്റെ ചോദ്യം ഇതാണ്, കല്യാണത്തിനെ പറ്റി താങ്കളുടെ പ്ലാൻ എന്താണ്? കല്യാണത്തിനെ പറ്റിയോ? അതെ സർ. ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നല്ലൊരു കുട്ടിയെ കിട്ടണം. ഒരുപക്ഷെ അങ്ങനെ ഒരു കുട്ടിയെ ഇപ്പൊ കിട്ടുകയാണെങ്കിൽ ഞാൻ വൈകാതെ തന്നെ കല്യാണം കഴിക്കും. എന്തിനാ 3 വർഷമൊക്കെ വെയിറ്റ് ചെയ്യുന്നത്? ഒരുപക്ഷെ ഒരു പ്രണയം ഉണ്ടായി കഴിഞ്ഞാൽ കല്യാണം ഐ എം റെഡി. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ അതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിന് ധൃതിയൊന്നും എനിക്കില്ല. പക്ഷേ എപ്പോഴാണോ പ്രണയം സംഭവിക്കുന്നത് അപ്പൊ തന്നെ കല്യാണവും നടക്കും. ഹായ് രൺവീർ, ഐ എം ചാരു. ഹായ് ചാരു. താങ്കൾക്ക് ലവ് മാരേജ് ആയിരിക്കും അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും? ലവ് മാരേജ് ആണ് എനിക്ക് ഇഷ്ടം. പക്ഷേ അറേഞ്ച് മാരേജ് പോലെ ഞാൻ എന്റെ പാരന്റ്സിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രൺബീർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ സർ. പക്ഷേ താങ്കൾ സഞ്ജയ് ലീല ബൻസാലിയുടെ കൂടെ ഒരു സിനിമ ചെയ്തപ്പോ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണം. അതിനു മുൻപ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം രൺബീർ കപൂറിനോടുള്ള ജനങ്ങളുടെ ചോദ്യം തുടരുന്നതായിരിക്കും. പ്രിയങ്ക ചോപ്രയോടൊപ്പം 5ാമത്തെ അഫെയർ. സാർ, ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇത് സത്യമാണെങ്കിൽ നന്നായേനെ എന്ന്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ രൺബീർ കപൂറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ രൺബീർ കപൂറിന് മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം അളവിൽ കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. രൺബീർ താങ്കളുടെ ആക്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സഞ്ജയ് ലീല ബൻസാലിയുടെ കൂടെയുള്ള താങ്കളുടെ ആദ്യ സിനിമയെക്കുറിച്ചും പറഞ്ഞു. താങ്കൾ ആക്ടറായി എക്സ്റ്റാബ്ലിഷുമായി. പക്ഷേ സഞ്ജയ് ലീല ബൻസാലിയാണ് ഒരു വഴിയായത്.
അതെ സർ, പടം ഓടിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങൾ പടത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സഞ്ജയ് സാറിന്റെ അധ്വാനം ഞാൻ ഇന്ന് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അദ്ദേഹമാണ്. എനിക്ക് ആക്ടിങ്ങിനെ പറ്റിയും ഫിലിംസിനെ പറ്റിയൊക്കെ ഉള്ള ഈ അറിവ് ഇതൊക്കെ എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയതാ. സോ എനിക്ക് റിഗ്രറ്റ്ഫുൾ എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഡെബ്യൂട്ട് ചെയ്യാൻ ഒരു പടം തിരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്നും സാവരിയ പടം തന്നെ തിരഞ്ഞെടുക്കുകയുള്ളൂ. കാരണം അതിലൂടെയാണ് എനിക്ക് ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഐ തിങ്ക് അവിടെ നിന്നാണ് എല്ലാം ആരംഭിച്ചത്, ആ ടവൽ പാട്ടിലൂടെ. ബട്ട് അത് എനിക്ക് ഒരു വിചിത്രമായ പാട്ടായിട്ടും അനുഭവപ്പെടാറുണ്ട്. പക്ഷേ താങ്കൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഈ സിനിമ നന്നായിട്ട് ഓടിയില്ലെങ്കിലും മറ്റൊരു സിനിമ താങ്കൾ ചെയ്തു. അത് ഇതുപോലുള്ള സിനിമയാണെന്ന് വെച്ചാൽ അത് ജനങ്ങളെ സ്റ്റാർ ആക്കുന്നു, ജനങ്ങളെ ഹീറോ ആക്കുന്നു. വേക്കപ്പ് ഷെഡ് അത് എങ്ങനെയുള്ള സിനിമയാണെന്ന് വെച്ചാൽ ഒരു പുതിയ രീതിയിലുള്ള ഞാൻ എക്സ്പെരിമെന്റൽ ലോഞ്ച് ആയ സമയത്ത് ഒരുപാട് പേരെന്നെ ചോക്ലേറ്റ് ബോയ് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ചോക്ലേറ്റ് ബോയുടെ അർത്ഥം എന്താണെന്ന്. എന്നെ കാണാൻ ചോക്ലേറ്റ് പോലെയൊന്നും അല്ല, പിന്നെ എൻ്റെ ടേസ്റ്റും ചോക്ലേറ്റ് അല്ല. സോ എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. പിന്നെ ജനങ്ങൾ എന്താ പറയാന്ന് വെച്ചാൽ അവൻ സർക്കാസ്റ്റിക് ടോണിലാണുള്ളത്, അതുകൊണ്ട് ചോക്ലേറ്റ് ബോയ് ആണ്. പക്ഷേ എനിക്ക് ആ ഒരു ഇമേജിൽ നിന്ന് പുറത്തു വരണമായിരുന്നു. എനിക്കൊരു ഫിക്സ്ഡ് ഇമേജിന്റെ ആവശ്യമില്ലായിരുന്നു. എനിക്ക് ഇത് എല്ലാ പടങ്ങളിലൂടെയും ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഒരു ധൈര്യം വേണ്ടേ? അതെ സർ, ധൈര്യം വേണം. റിസ്ക് സ്പൈഡർമാൻ പോലും എടുക്കുന്നുണ്ടല്ലോ. വിത്തൗട്ട് റിസ്ക് ജീവിതം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. സോ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ ഹിറ്റ് ആവുന്നതും ഫ്ലോപ്പ് ആവുന്നതും നമ്മുടെ കയ്യിലല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ നല്ല ക്യാരക്ടേഴ്സാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ താങ്കളെ പോലുള്ള ഒരു യങ് ആക്ടർ, അതായത് ഒരു ബഡ്ഡിംഗ് ആക്ടർ, ഇതിനു മുൻപ് ഡെബ്യൂ ചെയ്തത് അദ്ദേഹത്തിന്റെ പടത്തിൽ ഒരു സർദാർജിയുടെ റോൾ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നില്ലേ? സർ, ഇതൊരു ഇൻസ്റ്റിങ്ക്റ്റ് പോലെയാണ്, ഇതൊരു ഡിസിഷൻ കൂടിയാണ്. എന്നോട് ആരെങ്കിലും എപ്പോഴെങ്കിലും കഥ പറയുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരുപാടൊന്നും ചിന്തിക്കില്ല. അതായത് നിലവിൽ ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്, അടുത്തതായിട്ട് ഞാൻ ആക്ഷൻ ചെയ്യണം, അതുപോലെ തന്നെ ഇതിലൂടെ എനിക്ക് എത്ര ഫാൻസിനെ പുതുതായിട്ട് കിട്ടും, ഞാനൊരു മാസ് സിനിമ ചെയ്യണം. ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ മനസ്സ് അത് പറയുകയാണെങ്കിൽ, എനിക്ക് നല്ലതാണെന്ന് തോന്നിയാ ഞാനത് ചെയ്യും. എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? താങ്കൾ തന്നെ തീരുമാനം എടുക്കുമോ അതോ താങ്കളുടെ പേരൻസിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇല്ല തീരുമാനം? സർ, ഇതുവരെ ഞാൻ ഏതൊക്കെ പടം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അതൊക്കെ എൻ്റെ ഡിസിഷൻ മാത്രമാണ്. ഇതിൽ എൻ്റെ പേരൻസ് ഒരിക്കലും തലയിടാറില്ല. ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞാനപ്പോൾ അവരോട് സംസാരിക്കും. പക്ഷേ ഇതുവരെ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. രാജ്നിധിയിൽ താങ്കളുടെ റോൾ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ഒരു മെച്യൂർഡ് റോളാണ്. അതിനുവേണ്ടി അതെ. താങ്കൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടോ? നോക്കൂ സർ, പ്രകാശ് സാറിനെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് നല്ല നോളജ് ഉണ്ട്, ഈ ലോകത്തെ പറ്റി അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്. അത് പൊളിറ്റിക്സിന്റെ ലോഗോ ആയാലും ഫിലിമിന്റെ ലോഗോ ആയാലും. പിന്നെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ ക്യാരക്ടർ ഒരു പൊളിറ്റീഷ്യൻ അല്ല, അത് ഒരു പൊളിറ്റിക്കൽ ഫാമിലിയുടെ ഭാഗമാണ്. ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് പിന്നെ ഈ പൊളിറ്റിക്കൽ ഗെയിംസ് അദ്ദേഹത്തെ ആകർഷിക്കും പൊളിറ്റിക്സിലേക്ക്, കാരണം അദ്ദേഹത്തിന്റെ ഫാമിലിയോട് പ്രതികാരം ചെയ്യാനായിട്ട്. സോ എനിക്ക് അത് വളരെ റിലേറ്റബിൾ ക്യാരക്ടറായിരുന്നു. എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഞാൻ എന്താണ് ചെയ്യുക? സോ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനും റെഡി ആവണം. പിന്നെ ഇതുപോലുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഭാഗ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രകാശ് സാർ നല്ല ഡയറക്ടറാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരി, എനിക്കൊരു സത്യം പറയൂ. പറയൂ. ഒരു സിനിമ ഫ്ലോപ്പ് ആവുന്ന സമയത്ത് ഏക് അഞ്ചാന ഏക് അഞ്ചാനി താങ്കൾ വലിയ ഹാർഡ് വർക്ക് ചെയ്ത പടമാണ്, വലിയ സിനിമയാണ്. പക്ഷേ ആ സിനിമ ശരിക്കും ഓടിയില്ല. ആ സമയത്ത് താങ്കൾ കരഞ്ഞതായിട്ടാണ് കേട്ടത്. ഇല്ല സർ, കരയില്ല. വളരെ ഇമോഷണൽ ആയിട്ട്? ഇല്ല സർ, ഒരിക്കലുമില്ല. ഞാൻ കുറച്ച് ഡിറ്റാച്ച്ഡ് ആണ്. ഞാനൊരു പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഫിലിം സെറ്റിൽ ഏകദേശം ഒരു 100 ദിവസമൊക്കെ വർക്ക് ചെയ്യും. സോ അവിടെയുള്ള ആളുകൾ നമ്മുടെ ലോകത്തിന്റെ ഭാഗമാവും. പിന്നെ പടം അവസാനിക്കും, നമ്മൾ അടുത്ത പടം ചെയ്യാനായി പോവും. പിന്നെ പുതിയ ആളുകൾ വരും, അവർ നമ്മുടെ ലോകമായി മാറും. സോ ഒരു ആക്ടർ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സോ ഞാനിപ്പോൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതോടുകൂടി എൻ്റെ ജീവിതം അങ്ങ് തീരുമൊന്നുമില്ലല്ലോ. എൻ്റെ ജേണി, എൻ്റെ ഗോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. ഇത് ഒരു തുടക്കം മാത്രമാണ്. സോ ഞാൻ കരയാറില്ല, പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ ജനങ്ങൾ റോക്ക് സ്റ്റാറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എത്ര ഓഡിയൻസ് ഉണ്ടോ അവരെല്ലാം താങ്കളുടെ അടുത്തു നിന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ്. റോക്ക് സ്റ്റാറിൽ അങ്ങനെ എന്താ ഉള്ളത്? ഞാനുണ്ട്. അത് സാർ, റോക്ക് സ്റ്റാറിന്റെ കഥ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് ജനാർദ്ദൻ ജാക്കറ്റ്. അവനൊരു ജാട്ട് പയ്യനാണ്. ഡൽഹിയിലെ പ്രീതംപൂരയിലാണ് ജീവിക്കുന്നത്. അവൻ റോക്ക് സ്റ്റാർ ആവാൻ ആഗ്രഹിക്കും. അവൻ ജിം മോറിസന്റെ ഫോട്ടോ കൂടെ കൊണ്ട് നടക്കും, പക്ഷെ അവനൊന്നും അറിയില്ല. അവൻ ഗിറ്റാർ വായിക്കും, അതുപോലെ പാടും. പക്ഷെ അവന്റെ ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവന് അറിയില്ല. സോ ഒരു ദിവസം ഒരു ക്യാൻറ്റീനിൽ വെച്ച് ആ ക്യാൻറ്റീൻ നടത്തുന്ന ആൾ അവനോട് പറയും, അതായത് ദുഃഖം, വേദന, കണ്ണീർ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ മനസ്സ് തകരാത്തത്രയും കാലം നിങ്ങളുടെ ഉള്ളിൽ സംഗീതം ഒരിക്കലും ഉണ്ടാവില്ല, ഒരു ശബ്ദവും വരില്ല.
ഈ ഒരു കാര്യം അവൻ്റെ ഉള്ളിൽ ഫിക്സ് ആവും. അവൻ കുറച്ച് ഇമ്മച്യൂറായിട്ട് പെരുമാറും. യുനോ അവന് ലൈഫിനെ പറ്റി വലുതായിട്ടൊന്നും അറിയില്ല. സോ അവൻ വിചാരിക്കും അവൻ്റെ ജീവിതത്തിൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്നുള്ള സംഗീതം പുറത്തു വരുമെന്ന്. അങ്ങനെ ഒരു പെൺകുട്ടി വരുന്നു. ഹിയർ അവൾ കശ്മീരിയാണ്, സ്റ്റീഫൻ കോളേജിലാണ് പഠിക്കുന്നത്. ആ റോള് ചെയ്യുന്നത് നർഗിഷ് എന്ന കുട്ടിയാണ്. സോ അവൻ അവളുടെ അടുത്തേക്ക് പോകും. എന്തിനാന്ന് വെച്ചാൽ അവൻ പ്രണയം നടിക്കും, അവൾ അവൻ്റെ ഹൃദയം തകർക്കുമെന്ന് വിചാരിച്ച്. അങ്ങനെ അവർ ഫ്രണ്ട്സായി മാറും. പിന്നെ അവരുടെ ജേണിയാണ് അടുത്ത 8-10 വർഷത്തെ കഥ. അതിൽ ലവ് സ്റ്റോറി ഉണ്ട്, അവൻ്റെ മ്യൂസിക്കൽ ജേണി ഉണ്ട്. അങ്ങനെ അവസാനം അവൻ ഒരു റോക്ക് സ്റ്റാറായി മാറും. താങ്കൾ സിനിമയെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഈ കാര്യം പറഞ്ഞില്ല. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി താങ്കൾ പശുവിനെ കറക്കാനൊക്കെ പഠിച്ചെന്ന് കേട്ടു. ഇല്ല സർ, ഞാൻ ഈ പടത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് എനിക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് ഇംതിയാസ് അലിയുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്. അദ്ദേഹം എനിക്ക് ഓഫർ ചെയ്ത ക്യാരക്ടേഴ്സ്, ഓഫർ ചെയ്ത സിനിമകൾ, ഇതൊക്കെ എനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ്. അങ്ങനെയുള്ള റോൾസാണ്. സോ ഇതിലൂടെ ഞാൻ ആഗ്രഹിച്ചത് ഒന്ന് മാത്രമാണ്, എൻ്റെ ക്യാരക്ടർ ഒരു സിംഗർ ക്യാരക്ടറാണ്. അവൻ ഗിറ്റാർ വായിക്കും. ഒരു ഒബ്വിയസ് ആയിട്ടുള്ള കാര്യം, അത് ഓഡിയൻസ് എൻ്റെ കയ്യിൽ ഗിറ്റാർ കാണുന്ന സമയത്ത് അവർക്കൊരിക്കലും തോന്നാൻ പാടില്ല ഇവൻ എന്താ ഗിറ്റാർ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, ഇവനൊന്നും അറിയാത്ത പോലെ ഉണ്ടല്ലോ എന്ന്. ഞാൻ റോക്ക് സ്റ്റാറാണ് പ്ലേ ചെയ്യുന്നത്. സോ ഞാൻ ഗിറ്റാർ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എനിക്ക് ഒരു നല്ല അവസരം കിട്ടി. AR റഹ്മാൻ സാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ പറ്റി. അദ്ദേഹം പാട്ടുകളെല്ലാം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് കണ്ടു. മോഹിത് ചൗഹാൻ ഈ പടത്തിൽ പാടുന്നുണ്ട്, അദ്ദേഹം പാടുന്നത് കാണാൻ പറ്റി. ഞാൻ ഈ പടത്തിന് മുന്നേ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തു, കാരണം സെറ്റിലേക്ക് വരുമ്പോൾ ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ക്യാരക്ടറിൽ ഫോക്കസ് ചെയ്തു. യുനോ ഈ ക്യാരക്ടർ എങ്ങനെ സംസാരിക്കും, എങ്ങനെ പെരുമാറും. അവനൊരു വലിയ സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ആയിരുന്നു, പക്ഷേ ജീവിതാനുഭവങ്ങൾ അവനെ എങ്ങനെയൊക്കെയാണ് മാറ്റുന്നത്. സോ ഈ ഫിലിമിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ചോദ്യം ഇതാണ്, താങ്കളുടെ യുണീക്ക് എക്സ്പീരിയൻസ് എന്താണ്? കാരണം ചെറിയ വയസ്സ് മുതൽ താങ്കൾക്ക് എല്ലാം ഈസിയായി കിട്ടിയിരിക്കും. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ പടത്തിന്റെ എക്സ്പീരിയൻസ് വളരെ നല്ല ഒന്നായിരുന്നു. ആ ക്യാരക്ടർ ജനാർദ്ദൻ ജാക്കഡ്, അയാളുടെ ജീവിതം ജീവിക്കുന്നത്. ഞങ്ങൾ ഷൂട്ടിങ്ങിന് മുന്നേ 3 മാസം ഒരു ജാറ്റ് ഫാമിലിയുടെ കൂടെ ചെലവഴിച്ചിരുന്നു. അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, അവരുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു, കയറുകട്ടിൽ ഞങ്ങൾ കിടന്നു, ഹുക്ക വലിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഓ, നിങ്ങൾ ജാട്ടാണോ? അതെ സർ. അപ്പോ നിങ്ങൾ പ്രൊമോയിൽ ഒരു സീൻ കണ്ടിട്ടുണ്ടാവും. അവൻ ജാഡ് സ്റ്റൈലിൽ ഒരു പെണ്ണിനെ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യുന്നത് എന്ന്. സോ അവൻ അതിൽ ആ പെണ്ണിന്റെ അടുത്ത് ചെന്ന് എന്താ പറയാന്ന് വെച്ചാ, जनार्दन जाखड़ JJ फॉर शॉर्ट बात करनी है तुझसे. സോ അവളെന്താ പറയാന്ന് വെച്ചാ, യുനോ എന്താ. അപ്പോ അവൻ പറയും, तू ना बड़ी कूल लगती है मुझे, और हॉट भी कितनी है तू. कमाल कॉम्बो है ना, हॉट कूल सेम टाइम. അപ്പോ ആ പെണ്ണ് അവനോട് ചോദിക്കും എനിത്തിങ് എൽസ്. അപ്പോ അവൻ പറയും आई लव यू, गर्लफ्रेंड बन जा मेरी. അപ്പോ അവൾ അവന്റെ കരണത്തടിക്കും. ഇത് കാണുമ്പോൾ താങ്കളുടെ മറ്റുള്ള സിനിമയേക്കാൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തോന്നുന്നത്. അതായത് താങ്കൾ മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്നു. സാർ, നിങ്ങൾ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ എനിക്കെന്തോ പേടിയാവുന്നു. ഞങ്ങൾ 1 വർഷം ഈ പടത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ തൽക്കാലം ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 11 നവംബർ അത് റിലീസാണ്. ഓഡിയൻസ് തന്നെ കണ്ടു വിലയിരുത്തട്ടെ. സക്സസ്ഫുൾ എക്സ്പെരിമെന്റ് ആണോ ഫെയിലിയർ ആണോ എന്ന് നമുക്ക് അതിന് ശേഷം അറിയാം. ഞങ്ങളുടെ ആശംസകൾ താങ്കളോടൊപ്പം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ആശംസകളും താങ്കൾക്കുണ്ട്. ഈ സിനിമ സക്സസ്ഫുൾ ആകട്ടെ. താങ്ക് യു സർ. ഇത് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കണം. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ അച്ഛൻ ഋഷി കപൂർ, അദ്ദേഹത്തെ താങ്കൾ ഒരു സിനിമയിൽ ഇംപ്രസ് ചെയ്തിട്ടേയില്ല. കറക്റ്റാണ് സർ. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ അച്ഛൻ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒന്നും പറയാറില്ല. പിന്നെ അമ്മ എൻ്റെ വലിയൊരു ഫാനാണ്. അവർ ഞാൻ എന്ത് ചെയ്താലും നന്നായിട്ടുണ്ട് എന്നേ പറയാറുള്ളൂ. പക്ഷേ അച്ഛൻ്റെ കാര്യം നേരെ തിരിച്ചാ. അദ്ദേഹം എപ്പോഴും പറയുക ഇമ്പ്രൂവ് ചെയ്യണമെന്നാ. ആക്ച്വലി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഫാദർ അദ്ദേഹത്തോടും എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. സോ ഐ ഗസ് ആക്ച്വലി ഞാൻ പിന്നെ അദ്ദേഹം അമ്മയോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം കേട്ടു. അത് അമ്മ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു, രൺബീറിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. അതിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു കഥ അമ്മയോട് പറയുകയുണ്ടായി. അത് ഒരിടത്ത് ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവനൊരു ടൈറ്റ് റോപ്പിന്റെ മുകളിൽ നടക്കുമായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ കൂടെ റോഡിൽ വെച്ച്, ആളുകളൊക്കെ കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ച്. അവര് ദിവസവും രാത്രി ഒരു നല്ല ഷോ നടത്തും, ആളുകളുടെ കൈയടികളൊക്കെ വാങ്ങും, അത്യാവശ്യം കാശ് അവർക്ക് കിട്ടും. അവൻ എല്ലാ രാത്രിയും അച്ഛനോട് ചോദിക്കുകയായിരുന്നു ഞാൻ എങ്ങനെ ചെയ്തു എന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും ഇമ്പ്രൂവ് ചെയ്യണം എന്ന്. സോ ഒരുപാട് വർഷങ്ങളോളം ഇത് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ അവൻ്റെ അച്ഛനോട് ചോദിക്കും, ഞാൻ ശരിക്കും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ജനങ്ങളൊക്കെ എന്നെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്താ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് അച്ഛൻ മറുപടി പറയും, ഞാൻ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് നിന്റെ ശ്രദ്ധ, നിന്റെ ഫോക്കസ് ഇതിൽ നിന്ന് വല്ലാതെ കുറയും, നീ റോപ്പിന്റെ മുകളിൽ നിന്ന് താഴെ വീഴും. സോ ഐ തിങ്ക് ഈ ഒരു പറച്ചിലിന്റെ പിന്നിലുള്ള ഈ ഒരു ആശയം വളരെ നല്ലൊരു ആശയം തന്നെയാണ്.
പിന്നെ ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ അഭിനന്ദിക്കാൻ മാത്രമൊന്നും ഞാൻ ഇതുവരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് താങ്കൾ ജലസിയായിട്ട് ഫീൽ ചെയ്യില്ലേ? അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ, അദ്ദേഹത്തിന് രാജ് കപൂർ സാറിനെ പോലുള്ള ഡയറക്ടേഴ്സിനെ അടുത്ത് വർക്ക് ചെയ്യാനുള്ള സന്ദർഭം ലഭിച്ചു. ബോബിയാണ് ഫസ്റ്റ് സിനിമ, അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു. തീർച്ചയായും. പക്ഷേ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ബോബിക്ക് ശേഷം അദ്ദേഹത്തിന് 7 ഫ്ലോപ്സ് ഉണ്ടായി എന്ന്. പിന്നെ സണ്ണി അദ്ദേഹം ബോബിക്ക് ശേഷം എവിടെയാണോ എത്തിപ്പെട്ടത് ആ അവസ്ഥയൊക്കെ കഴിഞ്ഞു. വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങണം, വീണ്ടും നല്ലോണം കഷ്ടപ്പെടണം. നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ പിന്നീട് വർക്ക് ചെയ്തു. അങ്ങനെ പതിയെ പതിയെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാർഡം വളർത്തി. ഓക്കെ രൺബീർ, റോക്ക് സ്റ്റാറിന് ആശംസകൾ. വലിയ ഹിറ്റായിട്ട് മാറണം, സക്സസ്ഫുൾ ആയിട്ട് മാറണം. എന്നാലും എന്റെ അടുത്ത് കുറെ കുറ്റാരോപണങ്ങൾ ഇനിയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ രൺബീർ കപൂറിനെതിരായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. പ്രിയങ്ക ചോപ്രയോടൊപ്പം 5ാമത്തെ അഫെയർ. സാർ, ഞാൻ വിചാരിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഇതൊക്കെ സത്യമാണെങ്കിൽ നന്നായിരുന്നേനെ എന്ന്. പക്ഷേ വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ രൺബീർ കപൂറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ രൺബീർ കപൂറിനെതിരായ കുറ്റാരോപണം ഇദ്ദേഹം ആക്ടിംഗിൽ കുറവായും പെൺകുട്ടികളിൽ കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ്. രൺബീർ, ഇത് അംഗീകരിക്കുന്നതിൽ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടും കാണില്ലെന്ന് തോന്നുന്നു. വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് സാർ. ഇതിന്റെ പിന്നിൽ ഐ തിങ്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഞാനൊരു പടം ചെയ്തിരുന്നു, ബച്ചന ഹസീനോ. അതിൽ എനിക്ക് 3 പെൺകുട്ടികളുമായി അഫെയർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒളിച്ചോടി പോവും, അവസാനം അവരെന്നെ ഒരു പാഠം പഠിപ്പിക്കും. സോ ഐ തിങ്ക് അത് അവിടെ നിന്നാണ് തുടങ്ങിയത്. എൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കുമെന്ന് ജനങ്ങൾ വിചാരിക്കാൻ തുടങ്ങിയത് അതുമുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ സ്റ്റാർസ് ഒന്നുകിൽ കല്യാണം കഴിഞ്ഞിരിക്കും, അതല്ലെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കും. എൻ്റെ ഫ്രണ്ട് ഇമ്രാൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, ഞാനേ ഇപ്പോൾ ബാക്കിയുള്ളൂ. സോ എനിക്കിത് പറയാൻ ആഗ്രഹമില്ല, അത് നിങ്ങൾ വായിക്കുന്നതും കാണുന്നതും ഒക്കെ തെറ്റാണ് എന്ന്. പക്ഷേ എല്ലാം കുറച്ചധികം ഗ്ലാമറൈസ്ഡ് ആണ്, എല്ലാം കുറച്ച് ഓവറാണ്. രൺബീർ, ഈ ഷോ സ്റ്റാർട്ട് ആവുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് ചില പെൺകുട്ടികൾ സംസാരിച്ചിരുന്നു. അവരോട് രൺബീറിനോട് എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. രൺബീർ ഇപ്പോൾ ആരെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അവർ പറഞ്ഞു. സർ, ആരൊക്കെയാണ് ആ പെൺകുട്ടികൾ സർ? അത് അവരൊക്കെ ഇവിടെ നിങ്ങളെല്ലാവരെയും ഡേറ്റ് ചെയ്യാൻ എനിക്ക് സമ്മതമാണ്. പക്ഷേ സത്യം എന്താണെന്നാൽ, അതായത് ഹോണസ്റ്റ്ലി ഞാനൊരു കാര്യം പറയാണ്, ഞാൻ ഒരുപാട് നാളായിട്ട് സിംഗിൾ തന്നെയാണ്. ഞാൻ റോക്ക് സ്റ്റാർ സിനിമയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഞാനൊരു നോർമൽ 28 വയസ്സുള്ള പയ്യനാണ്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ഒരു പയ്യൻ. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവളുടെ കൂടെ ഡിന്നറിന് പോകായിരുന്നു, സിനിമയ്ക്ക് പോകാമായിരുന്നു. പക്ഷെ കാര്യം എന്താണെന്നാൽ, ഞാൻ അധികം ആളുകളെ കണ്ടുമുട്ടാറില്ല. ഷൂട്ടില്ലാത്ത സമയം അധികവും ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കാറ്. പിന്നെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അവിടെ ഹീറോയിൻ ഉണ്ടാവും. അങ്ങനെ അവിടെ അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ ഡിന്നറിന് പോയാൽ അല്ലെങ്കിൽ പടം കാണാൻ പോയാൽ ആളുകൾ വിചാരിക്കും ഇവർക്കിടയിൽ എന്തോ ഉണ്ട്, ഇവർ അഫെയറിലാണ് എന്നൊക്കെ. പക്ഷെ അത്തരത്തിലൊന്നുമില്ല. കാരണം അത് താങ്കൾക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ആവും. जो भी प्यार से मिला हम उसी के होली है. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഏത് ഹീറോയിനെ അഭിനയിച്ചാലും എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ വരാറുണ്ട്. അവർക്കും എനിക്കും ഇടയിൽ ഒന്നുമില്ല. പക്ഷേ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ലോയൽ തന്നെ ആയിരിക്കും. ഞാൻ ഒരിക്കലും അത് ആരിൽ നിന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും. പക്ഷേ ഇപ്പോൾ റിയലി സർ, ഞാൻ പ്രോമിസ് ചെയ്യാണ് സർ, സത്യമായിട്ടും ഞാനിപ്പോൾ റിലേഷൻഷിപ്പിൽ അല്ല. ആൻഡ് അത് സത്യമാണ് സർ. എന്റെ കയ്യിൽ ഒരു മാഗസീൻ ഉണ്ട്. ഇതിൽ താങ്കളെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ ഇഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഇവര് എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാ, താങ്കളുടെ അഫയേഴ്സിനെ കുറിച്ച് 6 പേജിനാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കിയാൽ മിസ്റ്റർ കാസിനോവ. ആണോ? കള്ളം. എല്ലാം കള്ളമാണ് സർ. അത് കള്ളമാണ് സർ. പിന്നെ ഇതിലെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, സാവരിയുടെ സമയത്ത് സോണമിനൊപ്പം താങ്കളുടെ പേരും വന്നിരുന്നു. പാവം, ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ട് അവര് കരിയർ നന്നാക്കാൻ വേണ്ടി പോയി. ഇല്ല സർ, അത് പൂർണ്ണമായും തെറ്റാണ്. ഇതും കള്ളമാണോ? തെറ്റാണ് സർ. അതിനുശേഷം ദീപികയോടൊപ്പം ബന്ധമുണ്ടായിരുന്നു. താങ്കൾ ഇത് പബ്ലിക്കായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അത് സത്യമാണ് സർ, സത്യമാണ്. പിന്നെ ദീപിക കള്ളത്തരം കൈയോട് പിടിച്ചു. സർ, സത്യത്തിൽ അത് ഒരു കാര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ അത് വലിയ ഇഷ്യൂ ആയി മാറി. അങ്ങനെയൊന്നുമില്ല സർ, ഞാനും ദീപികയും ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ റിലേഷൻ എന്തുകൊണ്ട് ബ്രേക്ക് ആയെന്ന് വെച്ചാൽ അത് പേഴ്സണലാണ് സർ. ആളുകൾ ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി മനസ്സിലാക്കില്ല, എസ്പെഷ്യലി അവളൊരു പെണ്ണായതുകൊണ്ട്.
ഫ്യൂച്ചറിൽ അവൾ കല്യാണം കഴിക്കാൻ പോവാണ്. ഐ തിങ്ക് പെൺകുട്ടികളെ പറ്റി സംസാരിക്കുന്നത് അൺഫെയർ ആണ്. ഞാൻ അവളെ പറ്റി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സർ. താങ്കളുടെ സെന്റിമെന്റിനെ ഞാൻ ബഹുമാനിക്കുന്നു. താങ്ക് യു സർ. താങ്കൾ പറയാത്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു TV ഷോയിൽ അവർ 2 കാര്യങ്ങളാണ് Okay. പറഞ്ഞത്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ രൺബീർ ഈസ് എ റൈറ്റ് പേഴ്സൺ ടു എൻഡോസ് കോണ്ടംസ്. ഐ തിങ്ക് അവർ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരുപക്ഷെ യൂത്ത് അവരെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ കോണ്ടംസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സേഫ് സെക്സിന് അത് പ്രധാനമാണ്. സോ ഞാനൊരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ തെറ്റായിട്ട് എടുക്കില്ല. ബട്ട് ഇറ്റ്സ് നൈസ്. ഓക്കെ, ഐ വിൽ ട്രൈ എൻഡോഴ്സ് കോണ്ടംസ്. അവർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കത്രീന കൈഫിന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്യണമെന്നാണ്. സർ, ഞാൻ കത്രീന കൈഫിന്റെ സെക്രട്ടറിയും അല്ല, അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുമല്ല. സോ അവർക്ക് ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് ഇതിന്റെ പുറകിലുള്ള ലെയർ എന്താണെന്ന് സത്യമായിട്ടും മനസ്സിലാവുന്നില്ല. ഇതിന്റെ പിന്നിലുള്ള ലെയർ ഇതാണ്. താങ്കൾ അമേരിക്കയിൽ ഷൂട്ടിങ്ങിനുള്ള സമയത്ത് അവര് മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ കത്രീന താങ്കളെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നോ ഇല്ല ഇല്ലയോ? സർ, ആക്ച്വലി കത്രീന കൈഫിന്റെ കാര്യം അവരൊരു വലിയ സ്റ്റാർ. അവർക്കങ്ങനെ ആരെയും രഹസ്യമായിട്ട് കാണാനൊന്നും പറ്റില്ല. അത് ഉറപ്പായും ജനങ്ങൾ മനസ്സിലാക്കും. സോ ഇതൊരു തെറ്റായ ആരോപണമാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അമേരിക്കയിൽ അഞ്ചാനി അഞ്ചാന്റെ ഷൂട്ടിങ്ങിന് പോയതാണ്. അവിടെ എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ പടത്തിന്റെ ഡയറക്ടർ സിദ്ധാർത്ഥ് എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സാർ. അവിടെ ആരും വന്നിട്ടില്ല. പിന്നെ പ്രിയങ്ക ചോപ്ര അവിടെ ഉണ്ടായിരുന്നു. അതെ, അവിടെ പ്രിയങ്ക ചോപ്രയും ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഈ മാഗസീനിൽ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പ്രിയങ്ക ചോപ്രയോടൊപ്പം താങ്കൾക്ക് 5ാമത്തെ അഫയറാണ്. സാർ, ഇതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ സത്യമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അതൊന്നും ഉള്ള കാര്യമല്ല. സാർ, താങ്കളിപ്പോൾ ഈ പറയുന്ന ഈ പേരുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇന്ത്യൻ സിനിമയിലെ വലിയ സ്റ്റാറുകളാണ്. ദേ ആർ ഓൾ ബ്യൂട്ടിഫുൾ വിമൻ. എനിക്ക് അവരുമായിട്ടൊക്കെ വളരെ നല്ല സൗഹൃദമുണ്ട്. ഞങ്ങൾ പരസ്പരം ഫോൺ ചെയ്ത് സംസാരിക്കും, മെസ്സേജ് അയക്കും, പരസ്പരം കണ്ടുമുട്ടും. എന്ന് വെച്ചാൽ അതൊന്നും വേറൊരു അർത്ഥത്തിലല്ല. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ അഫെയർ ഉണ്ടാവുമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കത്രീന കൈഫിക്ക് താങ്കൾ രാജ്നിധി സിനിമയിൽ ഹിന്ദി പഠിപ്പിച്ചു കൊടുത്തു? അല്ല സാർ, എൻ്റെ ഹിന്ദി അത്ര നല്ലതല്ല. കത്രീന കൈഫ് എന്നേക്കാളൊക്കെ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. അവർ ഇന്ന് വലിയൊരു സ്റ്റാറാണ്, അതും ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിക്കകത്ത്. സോ അവരെ ഹിന്ദി പഠിപ്പിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. അവർ വളരെ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും സാർ. പിന്നെ താങ്കളുടെ സൗഹൃദം കുറച്ച് കൂടിയപ്പോൾ സൽമാൻ നിങ്ങൾക്കിടയിലേക്ക് വന്നു? ഒരിക്കലുമില്ല സാർ, അങ്ങനെയൊന്നുമില്ല. ഐ തിങ്ക് ആ ഒരു വാർത്തയും മാധ്യമങ്ങൾ വെറുതെ പെരുപ്പിച്ച് കാണിക്കുന്നതാ. അത് വളച്ചൊടിക്കുന്നതാ. സൽമാൻ സാറിന് ഞാനായിട്ടും എൻ്റെ ഫാമിലിയായിട്ടും വളരെ അടുത്ത ബന്ധുവാണുള്ളത്. എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ ഫിലിം ജേണി തുടങ്ങിയത് സാവരിയിലാണ്. സാവരിയയ്ക്കും മുന്നേ അദ്ദേഹം എന്നെ ഒരിക്കലും ഫിലിം സിറ്റിയിലേക്ക് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് ഹെയർ കട്ട് ചെയ്തു തന്നു, അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലിസ്റ്റിനെ കൊണ്ട്. അദ്ദേഹം എന്നെ ഫോൺ വിളിക്കാറുണ്ട്. അതുപോലെ എൻ്റെ ആദ്യ പടത്തിൽ അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് ഉറപ്പായിട്ടും ആരോ സ്പ്രെഡ് ചെയ്ത റൂമർ മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. റൂമറുകളെ കുറിച്ച് ഈ മാഗസീനിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാണ് സാർ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ റൂമറാണെന്ന് പറയുന്നത്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ലേറ്റസ്റ്റ് റൂമർ ഇവരെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ മിസ്റ്റർ രൺവീർ കപൂർ, ഇദ്ദേഹം ഒരു ലവർ ബോയാണ്. ഇദ്ദേഹം നർഗീസിനെ ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് എഴുതി. ഞാൻ വേണമെങ്കിൽ ഹിന്ദി ടീച്ചറാവാം സാർ. അല്ല സാർ, നർഗീഷ് ഉണ്ടല്ലോ, അവര് അമേരിക്കയിലാണ് ഉണ്ടാവുക. അവർക്ക് ഒരു ഹിന്ദി വാക്ക് പോലും അറിയില്ല. വന്ന സമയത്ത് അവർക്ക് ഒരു വാക്ക് പോലും അറിയില്ലായിരുന്നു. ഞങ്ങളെല്ലാം പേടിച്ചു പോയി, അവരെങ്ങനെ ഒരു ഹിന്ദി പടം ചെയ്യുമെന്നോർത്ത്. അവർക്ക് സംസാരിക്കാൻ അറിയില്ല, അതുപോലെ മനസ്സിലാവില്ല. മാത്രമല്ല അവർ ഹിന്ദി ഫിലിംസ് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അവർ ഒരു 4 മാസം കൊണ്ട് എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഒരു ഹിന്ദി ടീച്ചറിന്റെ കൂടെ സിനിമകൾ കണ്ടു, ഹിന്ദി പാട്ടുകൾ കേട്ടു, ഡിക്ഷിങ് ചെയ്തു. ഇന്ന് അവർക്ക് എന്നേക്കാളും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയാം. ആൻഡ് റോക്ക് സ്റ്റാറിൽ അവരുടെ കോൺട്രിബ്യൂഷൻ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നർഗീഷ് കോൺട്രിബ്യൂട്ട് ചെയ്ത അത്രയും വേറെ ഒരു ആക്ടറെ കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ താങ്കളുടെ അമ്മയുടെ അടുത്ത് അവരെ ഇൻട്രൊഡ്യൂസും ചെയ്തു? അല്ല, ആക്ച്വലി അവരെൻ്റെ അമ്മയായിട്ട് വളരെ നല്ല ക്ലോസ് ആയി. ഇല്ല, ഞാൻ പറയട്ടെ. അത് എൻ്റെ അമ്മയ്ക്കും നർഗീഷിനും ഇടയിൽ നല്ലൊരു സൗഹൃദ ബന്ധം ഉണ്ടായി. അതും വളരെ പെട്ടെന്ന് തന്നെ. അവർ ആക്ച്വലി ഒരാഴ്ചയിൽ 3 ദിവസം എൻ്റെ അമ്മയുടെ കൂടെ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. അത് അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതൊരിക്കലും ഞാൻ കാരണമല്ല. അവർക്ക് എന്നെ അറിയാവുന്നത് കൊണ്ടല്ല അമ്മയുടെ കൂടെ അവർ ഫ്രണ്ടായത്. അവരുടെ ഫ്രണ്ട്ഷിപ്പിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. അവരെങ്ങനെയോ നല്ല ഫ്രണ്ട്സ് ആയി. ഇതേ മാഗസീനിൽ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. കത്രീന കൈഫ് താങ്കളോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നർഗീസിനെ താങ്കളുടെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തിയത്.
അങ്ങനെയൊന്നുമില്ല സർ. അത് ആക്ച്വലി ആരും എന്നോട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല സർ. ഞാൻ എപ്പോഴൊക്കെ ഈ ഒരു ബുക്ക് എപ്പോഴൊക്കെ ഞാൻ വായിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ചോദിക്കേണ്ടി വരുന്നു നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല, എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലാത്തൊരു കാര്യം അവർ പെരുപ്പിച്ച് ശരി, കാണിക്കാം. അതൊക്കെ ഇരിക്കട്ടെ, ഞാനങ്ങ് വിട്ടേക്കാണ്. പക്ഷേ ഇമ്രാൻഖാൻ താങ്കളുടെ സുഹൃത്താണോ? നല്ല സുഹൃത്താണോ? നല്ല ഫ്രണ്ടൊന്നും അല്ല സർ. ഇമ്രാൻഖാന്റെ കൂടെ ഞാൻ പറയട്ടെ. ഇമ്രാൻഖാന്റെ കൂടെ ഞാൻ 2 അവാർഡ് സെറമണികൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു. അദ്ദേഹം എൻ്റെ കണ്ടംപററി ആയിരുന്നു. 1 വർഷം കഴിഞ്ഞാണ് വന്നത്. സോ ഐ ഗസ് ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യം, പുതുതായിട്ട് 2 പേര് വരുമ്പോൾ അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കണം. പക്ഷേ അദ്ദേഹത്തിന്റെ ലൈഫ് അദ്ദേഹത്തിൻ്റെത്, എൻ്റെ ലൈഫ് എൻ്റേത്. ഞാൻ എൻ്റെയും അങ്ങേരുടെയും പടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം താങ്കളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുകയാണ്, ഒരു പക്ഷേ രൺവീറിന് പെൺകുട്ടികളോട് ഇഷ്ടം തോന്നിയാൽ അതിലെന്ത് തെറ്റാണെന്ന്. സാർ, അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് എല്ലാം എൻ്റെ തലയിലേക്ക് ഇടാൻ നോക്കുക. ആക്ച്വലി ഐ തിങ്ക് അദ്ദേഹം എന്നെപ്പറ്റി പറഞ്ഞത് വളരെ ക്യൂട്ടാണ്. കാരണം ഇന്റർവ്യൂ സമയത്ത് എന്നെപ്പറ്റിയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ കാസിനോവ ഇമേജിനെ പറ്റി ചോദിക്കും. അപ്പോൾ എന്നെ ഡിഫെൻഡ് ചെയ്യും. ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാറുണ്ട്, താങ്ക് യു എന്നും പറഞ്ഞ്. നിങ്ങൾ എൻ്റെ ഭാഗത്താണല്ലോ എന്ന്. ബട്ട് ശരിക്കും ഞങ്ങൾ നല്ല ഫ്രണ്ട്ലി ആണ്, പക്ഷേ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറയില്ല. ഈ കാസിനോവ ഇമേജ് ഇല്ലേ, അത് ശരിയാണോ തെറ്റാണോ? അത് വേണോ അതോ വേണ്ടയോ? അതെനിക്കറിയില്ല സാർ. അത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ഞാൻ കാസിനോവയാണോ അല്ലയോ എന്ന്. ഇവിടെ എൻ്റെ റോൾ ആക്ടിങ് ചെയ്യുക എന്നതാണ്. പിന്നെ ആളുകൾ എൻ്റെ ആക്ടിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എനിക്കത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ എൻ്റെ ഫിലിംസിനെ പറ്റി പറയുന്നത്. പക്ഷേ ഇതിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് 80% ആളുകൾ എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഫിലിംസിനെ പറ്റി കുറച്ചേ ചോദിക്കൂ. അതുകൊണ്ട് ഞാനിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. എൻ്റെ ഫ്യൂച്ചറിൽ ആളുകൾ അങ്ങനെ ഇതൊക്കെ മറക്കും. പിന്നെ ഒരു നല്ല കുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് ജീവിതത്തിൽ സെറ്റിൽ ആവണം. പിന്നെ ജനങ്ങൾ എൻ്റെ ഫിലിംസിനെ പറ്റി സംസാരിക്കണം. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. താങ്കൾ 6 ഹീറോയിൻസിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ 6 പേരുടെ കൂടെയും താങ്കളുടെ പേര് വന്നിട്ടുണ്ട്. അതെൻ്റെ ഭാഗ്യമാണ് സർ. എനിക്കതേ പറയാൻ പറ്റൂ. ശരി, ഇവിടെ ഇരിക്കുന്ന പബ്ലിക്സിന് താങ്കളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് നമുക്ക് ഓക്കെ നോക്കാം. സർ, ചോദിച്ചോളൂ. താങ്കൾ തേർഡ് റോയിൽ. ഹായ്. ഹായ് രൺവീർ സർ, താങ്കളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. കുറെ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഞാൻ മറന്നുപോയിരിക്കുന്നു. ഇപ്പോ റീസെന്റ് ആയിട്ട് താങ്കളുടെ കൂടെ എത്ര ആക്ടേഴ്സ് ജോലി ചെയ്യുന്നുണ്ടോ, പിന്നെ ചെയ്യാൻ പോകുന്നവരും, അതിലാരാണ് താങ്കളുടെ ഫേവറേറ്റ് ആക്ട്രസ്? എൻ്റെ ഫേവറേറ്റ് ആക്ട്രസോ? ആക്ട്രസ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അതെ, ചോദ്യമാണ്. ബുദ്ധിമുട്ടുള്ള അതെ ചോദ്യമാണ്. സാർ, കുറച്ച് ഇങ്ങനെയൊക്കെ കഷ്ടമാണ്. പക്ഷെ ചോദിച്ചാ- പ്ലീസ് ഡിപ്ലോമാറ്റിക് ആവരുത് സാർ. ഇല്ല, ഞാൻ ഡിപ്ലോമാറ്റിക് ഒന്നും ആവില്ല. ഞാൻ കുറച്ച് സെൽഫിഷ് ആവും. കാരണം എൻ്റെ അടുത്ത പടം റോക്ക് സ്റ്റാർ റിലീസ് ആവുന്നത് കൊണ്ട് അവരുടെ പേര് പറയുന്നതാവും നല്ലത്. അതെ, നർഗീസ്. ഉത്തരം പറഞ്ഞതിന് വളരെ നന്ദി ഓക്കെ, സാർ. ഇപ്പോ പത്രപ്രവർത്തകരൊക്കെ നർഗീസിന്റെ പേരാണ് എഴുതുന്നത്. താങ്കൾ ഇതുവരെ ചെയ്ത സിനിമകളിലെല്ലാം ഏറ്റവും ഓക്വേർഡ് ആയിട്ടുള്ള സീൻ ഏതാണ് സർ? ഇഷ്ടമില്ലാതെ ചെയ്ത സീൻ ഏതാണ് സർ? ഞാൻ ടവൽ ഡാൻസ് ചെയ്തിരുന്നില്ലേ? ഓ. പിന്നെ അതെ സർ, വേറൊരു ഞാൻ ഷോട്ട്, പടം അതിൽ കണ്ടിരുന്നു. ഞാൻ എൻ്റെ ടവല് താഴെ ഇടേണ്ടി വന്നു. ആൻഡ് ഞാനൊരു സത്യം പറയാം സാർ, ആപ്കി അദാലത്തിൽ ഞാൻ കള്ളം പറയില്ല. ഞാൻ അടിയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓ. അത് ഭയങ്കര എംബാരസിംഗ് ആയിരുന്നു. പക്ഷെ സർ വളരെ ക്യൂട്ടാണ് സർ, വളരെ താങ്ക് യു സോ ക്യൂട്ട്. മച്ച്. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. രൺവീർ, ഇതുപോലുള്ള റോൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് മറ്റൊരു ആർട്ടിസ്റ്റ് ചെയ്ത റോൾ ഞാൻ ചെയ്തിരുന്നേ നന്നായിരിക്കുന്നു താങ്കൾക്ക് തോന്നിയ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും തോന്നില്ല സാർ. പക്ഷേ ഏതെങ്കിലും ഒരു ആക്ടർ നല്ല സൂപ്പർ ഹിറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ, നല്ലൊരു പടം ചെയ്യുകയാണെങ്കിൽ, അത് എങ്ങനെയാ തോന്നുകയെന്ന് വെച്ചാൽ, ചിലപ്പോഴൊക്കെ അതിൽ ഞാനായിരുന്നെങ്കിൽ വളരെ നന്നായതിനെന്ന് തോന്നും. പക്ഷേ എപ്പോഴും അത് നല്ല രീതിയിലാണ് ഞാൻ എടുക്കാറ്. അതൊരിക്കലും ഒരു നെഗറ്റീവ് വേയിലല്ല ഞാൻ ചിന്തിക്കുക. ഞാനൊരിക്കലും ആരുടെയും സിനിമകൾ ഫ്ലോപ്പ് ആവണമെന്ന് ആഗ്രഹിക്കില്ല, ആരും നശിക്കണമെന്നും ആഗ്രഹിക്കില്ല. ഐ തിങ്ക് ഇത് ഒരു നല്ല കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനൊരു ഇംപ്രഷനും ഉണ്ട്. അതായത് ഇൻഡസ്ട്രിയിലുള്ള വലിയ വലിയ സ്റ്റാറിനോടൊപ്പം താങ്കൾ യുദ്ധം ചെയ്യും. അതായത് താങ്കൾ കരുതിയത് ഇവരോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ താങ്കൾക്കും വളരെ ഇംപ്രൂവ്മെന്റ് ആകും. ഇതിനെക്കുറിച്ച് ഞാൻ ബ്രേക്കിന് ശേഷം തീർച്ചയായും ചോദിക്കാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം രൺബീർ കപൂറിനോട് ജനങ്ങളുടെ ചോദ്യം നമ്മൾ തുടരുന്നതായിരിക്കും. അഞ്ചാന അഞ്ചാനിയില്, രാജ്നീതിയില്, ഇപ്പോ റോക്ക് സ്റ്റാറില് വീണ്ടും കിസ്സിംഗ് സീനുകളുണ്ട്, അതും നർഗീസിന്റെ കൂടെ. ഇത് താങ്കളുടെ നിർബന്ധം കൊണ്ടാണോ അതോ കഥയിൽ ഇല്ല സർ, അങ്ങനെയൊക്കെയുള്ള ഇല്ല, ഒരിക്കലും ഇല്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി രൺബീർ കപൂർ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ രൺബീർ കപൂറിനെതിരായ കുറ്റാരോപണം. ഇദ്ദേഹം വലിയ വലിയ സ്റ്റാറുകളെ എതിർക്കുന്നു എന്നുള്ളതാണ്. രൺബീർ, താങ്കൾ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടർ ആകണം, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം മേക്കർ ആകണം. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ?
നോക്കൂ സാർ, ഇതെന്റെ ലക്ഷ്യമാണ്. ഞാൻ ആ ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണമെന്നും എനിക്കറിയാം. ഒരുപാട് വർഷങ്ങളെടുക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാറൂഖ് ഖാൻ ആയാലും സൽമാൻ ഖാൻ ആയാലും അമീർ ഖാൻ ആയാലും അവരുടെയൊക്കെ പുറകിൽ വലിയ ഹാർഡ് വർക്കിന്റെ കഥകളുണ്ട്. അവർ ഒരുപാട് സിനിമകളിൽ പല ജോലികളും ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അവരെയൊക്കെ പോലെ എനിക്കും ആവാൻ പറ്റണം. അതിന് എത്ര സമയമെടുത്താലും എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാനത് നേടും. അല്ലെങ്കിൽ താങ്കൾ ഇങ്ങനെ പറയോ, ഷാരൂഖ്, സൽമാൻ, അമീർ ഖാൻ ഇവർക്കൊക്കെ പ്രായമായെന്ന്? ഇല്ല സാർ, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്. ഈ 3 ആക്ടേഴ്സാണ് എന്നെ കൂടുതലായി ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വളർന്നു വലുതാവുന്ന സമയത്ത് ഇവരൊക്കെ നമ്മുടെ യങ് സ്റ്റാർസ് ആയിരുന്നു. സോ ഞാൻ ഇവരെ കണ്ടുകൊണ്ടാണ് വളർന്നത്. ഇവര് എൻ്റെ ഫോർമിഡബിൾ ഇയേഴ്സ്, എൻ്റെ അറ്റാച്ച്ഡ് മൂവീസ് എല്ലാം അവരുടേത് തന്നെയാണ്. സോ ഞാൻ അതുപോലെയൊന്നും ഒരിക്കലും പറയില്ല സാർ. പക്ഷേ ഇത് സത്യമല്ലേ, താങ്കളുടെ സാവരിയ റിലീസ് ആവുന്ന സമയത്ത് ഷാരൂഖ് ഖാന്റെ സിനിമ റിലീസായി, അതുകൊണ്ട് ഷാവരിയയ്ക്ക് നഷ്ടം ഏർപ്പെട്ടു, അങ്ങനെ ധാരാളം പേര് പറയുന്നുണ്ട്. നോക്കൂ സാർ, എൻ്റെ ഫസ്റ്റ് ഫിലിം റിലീസ് ആവുന്ന സമയത്ത് ഞാൻ അത് ഓർത്ത് എത്രമാത്രം എക്സൈറ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ, അത് റിലീസ് ചെയ്യൂ, ഇതെന്റെ ആദ്യത്തെ പടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിരുന്നില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഞാനൊരു പുതുമുഖമായിരുന്നു. എനിക്കിങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. ഒരു ഭാഗത്ത് ഓം ശാന്തി ഓം വരുന്നുണ്ട്, ഷാറൂഖ് ഖാൻ അഭിനയിച്ച പടമാണ്. എന്റെ മനസ്സിലപ്പോൾ എന്റെ പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിനെപ്പറ്റി ഓർത്താണ് സന്തോഷിച്ചത്. അന്ന് പടം ഓടിയില്ലെങ്കിൽ അത് പടം ഓടാത്തതിന്റെ കാരണം ഒരിക്കലും ഓം ശാന്തി ഓമാണെന്ന് പറയാൻ പറ്റില്ല. പടത്തിൽ എന്തോ ഒരു കുറവുള്ളത് കൊണ്ടാണ് ഓടാഞ്ഞത്. പടം നന്നായില്ലെങ്കിൽ അത് ഓടുകയുമില്ല. ഞാൻ എന്താ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, സിനിമ നന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് അത്രയ്ക്ക് ഹിറ്റായി മാറിയില്ലെങ്കിലും. 2 വലിയ സ്റ്റാറുകൾ ഒരിക്കലും അവരുടെ സിനിമ ഒരേ സമയത്ത് റിലീസ് ചെയ്യില്ല, ക്ലാഷ് ആകാതിരിക്കാൻ. ഇപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതായത് നമ്മുടെ 3 ഗാൻസിന്റെ കൂടെ പടം റിലീസ് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ഇപ്പൊ പോലും ഇല്ല. കാരണം എനിക്കത് നഷ്ടം സംഭവിക്കും. കാരണം അവരൊക്കെ വലിയ സൂപ്പർ സ്റ്റാർസ് ആണ്. എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ റോക്ക് സ്റ്റാർ റിലീസ് ആവുന്ന സമയത്ത് ഷാരൂഖ് ഖാന്റെ രാവണനും റിലീസ് ആവാൻ ഇല്ല, ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വരാന്നാ വിചാരിക്കുന്നത്. കാരണം രാവൺ കാണാനുള്ളവർ 2 ആഴ്ച കൊണ്ട് തന്നെ കണ്ടു തീർക്കും. സോ അതിനുശേഷം ഞങ്ങൾ വന്നോളാം. പക്ഷെ ഒരേ സമയം റിലീസ് ചെയ്യുന്നത് അത് ഒരിക്കലും ബുദ്ധിപൂർവമായ തീരുമാനമല്ല. കാരണം ബിസിനസ്സിൽ അത് വലിയ നഷ്ടം വരുത്തും. സോ 2 ആഴ്ച കഴിഞ്ഞ് റിലീസ് ചെയ്യാം. ഈ 3 ഖാൻമാരും താങ്കൾക്ക് ഇപ്പോഴും കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? നോക്കൂ സാർ, ഞാൻ ഇമ്രാൻ ഖാന്റെ കൂടെ കോമ്പീറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഷാഹിദ് കപൂറിന്റെ കൂടെയോ അല്ലെങ്കിൽ രൺവീർ സിംഗിന്റെ കൂടെയോ കോമ്പീറ്റ് ചെയ്താലും എൻ്റെ ഒരു ഗ്രോത്ത് കുറച്ചേ ഉണ്ടാവും. ഒരുപക്ഷെ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയാണ്, അതായത് ഇത് വളരെ നന്നായിരിക്കും, അതായത് ഞാൻ അമിതാഭ് ബച്ചന്റെ കൂടെയാണ് മത്സരിക്കേണ്ടത് എന്ന്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു ഗ്രോത്ത് അത് എന്നെക്കൊണ്ട് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു റീച്ചെങ്കിലും കൂടും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും, കൂടുതലായി കഷ്ടപ്പെടാൻ സാധിക്കും. സോ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കോമ്പറ്റീഷൻ അമിതാഭ് ബച്ചൻ സാർ മുതൽ ദത്ത് സാറുമായിട്ട് വരെ ഞാൻ നടത്തണം. സോ ഞാൻ എല്ലാ ആക്ടേഴ്സിനെയും കോമ്പറ്റീറ്ററായിട്ട് തന്നെയാണ് കാണുന്നത്. ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കൾ ആരെയാണ് നമ്പർ 1 എന്ന് കരുതുന്നത്? ഐ തിങ്ക് സൽമാൻ ഖാൻ, അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ ഫേവറേറ്റ് സൂപ്പർ സ്റ്റാറാണ്. കാരണം അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഒരു വളരെ നല്ല ഹ്യൂമൻ ബീങ് ആണ്, ഒരു നല്ല മനുഷ്യനാണ്. ആസ് എൻ ആക്ടർ അദ്ദേഹം നല്ലതാണ്. ദ കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്സ് ദാറ്റ് ഹി ഹാസ്, അദ്ദേഹത്തിന്റെ ഫാമിലിയെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ശരിക്കും ഒരു മഹാനായ മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം അത്രയും നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തെ അത്രയധികം ആരാധിക്കുന്നതും. എന്തെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം സിനിമ ചെയ്യാനുള്ള സന്ദർഭം കിട്ടിയാൽ ചെയ്യൂ? തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. പക്ഷെ അതിനു മുന്നേ ഞാൻ പ്രിപ്പയർ ചെയ്യണം. കാരണം ലക്ഷ്മണന്റെ റോളായിരിക്കും എനിക്ക് ചെയ്യേണ്ടി വരിക. അദ്ദേഹമായിരിക്കും തീർച്ചയായിട്ടും രാമൻ. പക്ഷേ അഫ്കോഴ്സ് എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റും. ഞാൻ എല്ലാ ആക്ടേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം വായിച്ചിരുന്നു താങ്കൾ ഷാരൂഖ് ഖാനൊപ്പം സിനിമ ചെയ്യാൻ വിമുഖത. ഇല്ല, അങ്ങനെയൊന്നുമില്ല. നോക്കൂ, ഒരു ഇൻഡിവിജ്വൽ ആക്ടർ എന്ന നിലയിൽ എനിക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനെപ്പറ്റി തുറന്ന് പറയാൻ സാധിക്കണം. ഒരുപക്ഷെ എനിക്ക് ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് തരികയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു എക്സ് ആക്ടർ ഉണ്ടാവാം, അതുപോലെ ഒരു വൈ ആക്ടർ ഉണ്ടാവാം. പക്ഷേ എനിക്കതിൽ എൻ്റെ റോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആ പടം ചെയ്യില്ല. അതിന് എക്സും വൈയോ അല്ല കാരണം. എൻ്റെ റോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഷാറൂഖ് ഖാന്റെ പടത്തിൽ നിന്ന് ഒരു ഓഫറും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും അഭിനയിക്കാൻ ശ്രമിക്കും. പിന്നെ അമീർ ഖാനൊപ്പവും ക്ലാഷ് ആകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എന്താ വായിച്ചെന്ന് വെച്ചാൽ, കിഷോർ കുമാറിന്റെ ലൈഫ് വെച്ച് 2 സിനിമ എടുക്കുന്നുണ്ട്. ഒരു സിനിമയിൽ രൺബീർ കപൂറും മറ്റൊരു സിനിമയിൽ അമീർ ഖാനും. ഇല്ല, സത്യത്തിൽ അതൊരു മണ്ടത്തരമാണ്. അത് ആരുടെ മണ്ടത്തരമാണ്? എൻ്റെ തന്നെയാണ്. പക്ഷേ എനിക്ക് കിഷോർ കുമാറിന്റെ സ്ക്രിപ്റ്റ് കിട്ടി. പക്ഷേ UTV എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് എൻ്റെ കൂടെ സിനിമ ചെയ്യണമെന്ന്. പക്ഷേ ഞാനാകെ പേടിച്ചിരുന്നു. കാരണം കിഷോർ കുമാർ ഹിന്ദി സിനിമാ ലോകത്തെ ഒരു വലിയ പേഴ്സണാലിറ്റിയാണ്. സോ എനിക്ക് പേടി തോന്നി. അതായത് എനിക്ക് ഈ പ്രായത്തിൽ അദ്ദേഹത്തെ പറ്റി മനസ്സിലാകുമോ? കാരണം കിഷോർ കുമാർ ഒരു ജീനിയസ് ആയിരുന്നു. പിന്നെ അമീർ ഖാനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ സിനിമ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തോടും ഇതിനെപ്പറ്റി ചോദിച്ചു. അദ്ദേഹത്തോട് പെർമിഷനും ചോദിച്ചു, നിങ്ങൾ ഈ സിനിമ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോട്ടെ എന്ന്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്നില്ല എന്നാണ്. ശരി, ഞാനിത് അംഗീകരിക്കുന്നു. ഒരുപക്ഷെ അത് അമീർ ഖാൻ ആകാം, അല്ലെങ്കിൽ സൽമാൻ ഖാൻ ആകാം,
അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ ആയിക്കോട്ടെ, അവരോടൊപ്പം താങ്കൾക്ക് ഒരു കോമ്പറ്റീഷനും ഇല്ല. പക്ഷേ ഒരു ആക്ടർ ഇമ്രാൻ ഹാഷ്മിയോടൊപ്പം താങ്കൾക്ക് വലിയൊരു മത്സരമാണെന്ന് കേട്ടു. എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഇമ്രാൻ ഹാഷ്മിയോടൊപ്പം, റെക്കോർഡാണോ? അതെ, കിസ്സിംഗ് കിങ്ങിന്റെ റെക്കോർഡ് ഇപ്പോൾ സീരിയൽ കിസറായിട്ട് താങ്കൾ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു. കാരണം വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. അഞ്ജാന അഞ്ജാനിയില്, രാജ്നീതിയില് പ്രിയങ്ക ചോപ്രയോടൊപ്പം, അമേരിക്കൻ ആക്ട്രസായ സാറ തോംസണൊപ്പം, ഇപ്പോൾ റോക്ക് സ്റ്റാറിൽ വീണ്ടും കിസ്സിംഗ് സീനുകളുണ്ട്, അതും നർഗീസിന്റെ കൂടെ. അതെ സർ. ഇത് താങ്കളുടെ നിർബന്ധം കൊണ്ടാണോ അതോ കഥയിൽ അല്ലല്ല സർ, അങ്ങനെ അങ്ങനെയല്ല സർ. നോക്കൂ, ഞാൻ കൂടുതലും ലവ് സ്റ്റോറീസ് ആണ് ചെയ്യുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ഈ ജനറേഷൻ, ലവ് സ്റ്റോറീസ് മറ്റുള്ളവരും ചെയ്യുന്നുണ്ടല്ലോ. ഐ നോ സർ. പക്ഷേ നമ്മുടെ ഈ യങ് ജനറേഷൻ അവരുടെ ലവൊക്കെ കുറച്ച് പ്രോഗ്രസ് ആയി. മുന്നേ ഒക്കെ ഇങ്ങനെയുള്ള സീൻസൊക്കെ കാണിക്കുന്നത് അത് കുറച്ച് എംബാരസിങ് ആയിരുന്നു. കാരണം ഫാമിലി ഓഡിയൻസിന് അത് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ ഞാൻ ഒരിക്കലും പറയാറില്ല കിസ്സിങ് സീൻ ആഡ് ചെയ്യണമെന്നൊന്നും, അവരെ കിസ് ചെയ്യണം ഇവരെ കിസ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയാറില്ല. ഞാൻ സെറ്റിലേക്ക് പോകും, അപ്പോൾ അവർ പറയും ഇന്ന് ഈ ഒരു സീനുണ്ട്, ഞാനത് വായിക്കും, അതങ്ങനെ ഒരു സീനായിരിക്കും. പക്ഷേ ഞാനൊരിക്കലും ഇന്ന് കിസ്സിങ് സീൻ ഉണ്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കാറില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ യുനോ നമ്മൾ അങ്ങനെ ഒരു സീന് അഭിനയിക്കുമ്പോൾ അത് ഒരിക്കലും ഒരു കിസ്സിങ് ചെയ്യുന്നത് പോലെ തോന്നില്ല. കാരണം നമുക്ക് ചുറ്റും 100 പേരുണ്ടാവും, പിന്നെ ഒരു ക്യാമറ ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, ഒരു ഭാഗത്ത് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടാവും, 2 പേര് ഈ ഭാഗത്തിരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, പിന്നെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടാവും. സോ ആ സീനൊക്കെ മെക്കാനിക്കലായിരിക്കും, ടെക്നിക്കൽ സീൻസ്, ഈ ആക്ഷൻ സീനൊക്കെ പോലെ. സത്യത്തിൽ ഈ കിസ്സിങ് സീനും ആക്ഷൻ സീന് പോലെ തന്നെയാ. കാരണം അതിന്റെ പുറകിലും ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതായത് ഈ ലൈറ്റ് എവിടെ നിന്ന് വരണം, ഒരുപക്ഷെ നമ്മൾ അവരുടെ ഫേസിന്റെ അടുത്തേക്ക് പോയാൽ ചിലപ്പോൾ ആ ലൈറ്റ് കട്ടാവും. സോ യുനോ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരിക്കലും അതൊരു കിസ്സിംഗ് സീനായിട്ട് അനുഭവപ്പെടില്ല. താങ്കൾ റീടേക്ക് എടുക്കും. നോക്കൂ സാർ, ഞാനൊരു നല്ല കിസ്സറാണെന്ന് ഞാൻ സമ്മതിക്കാം. കാരണം ഒറ്റ ടേക്കിൽ ഞാൻ ഓക്കെ ആക്കാറുണ്ട്. ഫൈനൽ റൗണ്ടിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുണ്ടോ? താങ്കൾ. സർ, ഒരു പക്ഷെ താങ്കൾ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ വേറെന്ത് ജോലിയായിരിക്കും തിരഞ്ഞെടുത്തിരിക്കുക? ഒരുപക്ഷെ ഞാൻ ഇതുപോലൊരു ആക്ടറായി തീർന്നില്ലായിരുന്നെങ്കിൽ ഒരു സ്ട്രഗിളിംഗ് ആക്ടറെങ്കിലും ആയേനെ. ഓക്കെ, എനിക്കിതല്ലാതെ വേറെ ഒന്നും അറിയില്ല. അതായത് ഐ ഗസ് എന്റെ മുത്തശ്ശൻ പറഞ്ഞിരുന്നു ജനനവും മരണവും ഇവിടെ തന്നെയാ, ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന്. താങ്കളുടെ ലൈഫില് ഭ്രാന്ത് പിടിച്ച എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ സർ? ഒന്ന് ഞാൻ ഷെയർ രണ്ടാമത്തെ ചെയ്യാമോ? തവണയാണ് അബ്കി അദാലത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ അൻസുൽ ചതുർവേദിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അടുത്ത തവണ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനിയും കൂടുതൽ കുറ്റാരോപണങ്ങളായി വരാൻ ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കാം. അപ്പോൾ ഷോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബട്ട് താങ്ക് യു സോ മച്ച്, റിയലി താങ്ക് യു. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ഫിലിം സ്റ്റാർ രൺബീർ കപൂറിനോടാണ്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ ഹൻസുൽ ചതുർവേദിയുടെ ജഡ്ജ്മെന്റ് നോക്കാം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓഡിയൻസിൽ ഒരാളായാണ് അത് കണ്ടത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് കോൺസെപ്റ്റ് തന്നെ മാറ്റുന്നു. ഇദ്ദേഹത്തിൽ നിന്നുള്ള മറുപടികളെല്ലാം തന്നെ കുസൃതി നിറഞ്ഞതാണ്. ഒരുപക്ഷെ ഇദ്ദേഹം ഒരു കുട്ടിയായിരുന്നെങ്കിൽ നമുക്ക് വികൃതി പയ്യനെന്ന് വിളിക്കായിരുന്നു. നിങ്ങൾ നന്നായിട്ട് തന്നെയാണ് മറുപടികൾ നൽകിയത്. പക്ഷേ മറ്റൊരു വശം നോക്കിയാൽ ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യം സംസാരിച്ചു. ബൻസാലി സാർ, അദ്ദേഹത്തിന്റെ ഫിലിം വളരെ വലിയ പരാജയമായിരുന്നു. ഇത്ര വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഖാൻമാരെ പറ്റി സംസാരിച്ചു, അതൊരു ട്രഡീഷണൽ കാര്യമായിരുന്നു. ഒരുപക്ഷെ സൽമാൻ സാർ വർക്ക് ചെയ്തിരുന്നെങ്കിൽ രാമന്റെയും ലക്ഷ്മണന്റെയും വ്യത്യാസങ്ങൾ അറിയാം. സോ ഈ 2 ഡൈവേർട്ട് ലൈനുകൾ ഉണ്ടല്ലോ, അവര് വലിയൊരു സ്റ്റാർ ആണെങ്കിലും അവരുടെ ലക്ഷ്യം അവർക്ക് സഫലീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ ആരെയും ശല്യം ചെയ്യില്ല. അതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവരും ഏകദേശം അങ്ങനെ തന്നെയാണ്. ഈ USP ഉണ്ടല്ലോ, പൊളിറ്റിക്സിൽ വാജ്പേയി സാറിനെ പറ്റിയാണ് പറയുക, ടെഫ്ലോൺ കോട്ടിങ് ഉണ്ട് എന്ന്. നത്തിങ് നെഗറ്റീവ് 6 to you. ആൻഡ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന് നേരെ എന്തൊക്കെ ചാർജ് ചെയ്താലും ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും നേരം കണ്ടതിന് ശേഷം ഓഡിയൻസിലുള്ള മുഴുവൻ ഫീമെയിൽ പോപ്പുലേഷൻ ഇന്ന് എന്ത് ചാർജ് ചെയ്താലും അതൊന്നും കാര്യമാക്കാൻ പോകുന്നില്ല. നിങ്ങളെ എന്ന് ആര് കണ്ടാലും ഗുഡ് ലുക്കിംഗ് റാസ്കൽ എന്നാണ് പറയുക. അതാണ് നിങ്ങൾക്ക് ചേർന്ന പേര്. നിങ്ങളാണ് പറഞ്ഞത് ചോക്ലേറ്റ് ബോയ് എന്ന പേര് ഇഷ്ടമല്ലാന്ന്, അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്ക് ചേർന്ന പേര്, വിത്ത് ടെഫ്ലോൺ കോട്ടിംഗ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ഇപ്പോഴും സിംഗിളാണ്. നിങ്ങൾ ഇന്ന് അദ്ദേഹത്തിന് നേരെ എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഇന്ന് അത് ജനങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. താങ്ക് യു.
താങ്കൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എല്ലാവരും ഇന്ന് നല്ല അമേസിംഗ് ആയിരുന്നു. ഈ ഷോയും താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഇത് ഒരു വലിയ കാര്യമാണ്. ഞാൻ 2ാമത്തെ തവണയാണ് ആപ്കി അദാലത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ രാജനീതിയോടെ കൂടിയായിരുന്നു വന്നത്, ടീമായിട്ടായിരുന്നു വന്നത്. സോ ഇനിയും ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഞാൻ തീർച്ചയായും ശ്രമിക്കും. അടുത്ത തവണ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനിയും കൂടുതൽ കുറ്റാരോപണങ്ങളായിട്ട് വരാം. അതിന് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഷോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ രൺബീർ കപൂറിനുണ്ട്. ഇദ്ദേഹം ലോകത്തിലെ വലിയ ആക്ടറായും ഫിലിം മേക്കറായും മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം അതിന് വേണം. ഇദ്ദേഹത്തിന്റെ സ്വപ്നം നിറവേറണം. ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടറാകണം, വലിയൊരു ഫിലിം മേക്കറാവണം. ഈ ആശംസകളോടെ ഈ ഷോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.